ജെഇ മെയിൻ പരീക്ഷ എഴുതിയാൽ NITകളിൽ മാത്രമാണോ അഡ്മിഷൻ ലഭിക്കുക, വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അഡ്മിഷൻ സാധ്യമാണോ? ഈ ഒരു ചോദ്യത്തെയാണ് നമ്മൾ ഇപ്പോൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. NITകളിൽ മാത്രമല്ല, വേറെയും ഒരുപാട് സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും IITസിലും എല്ലാം നമുക്ക് ആക്ച്വലി അഡ്മിഷൻ ജെഇ മെയിൻ സ്കോറിലൂടെ ലഭിക്കും. കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന് IIT ഹൈദരാബാദാണ്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഒരുപക്ഷെ കമ്പ്യൂട്ടർ സയൻസിൽ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് നോച്ച് പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് IIT ഹൈദരാബാദ്. ബിടെക് CSE, ബിടെക് ECE പ്രോഗ്രാംസ് ഉണ്ട്. ഇവിടേക്ക് ജെഇ മെയിൻ സ്കോർ വഴി അഡ്മിഷൻ എടുക്കുന്നതാണ്. അതേപോലെ തന്നെ IIT ബാംഗ്ലൂർ, ബാംഗ്ലൂരിൽ ബിടെക് CSE, ECE ആൻഡ് ഡാറ്റാ സയൻസ് ആൻഡ് AI ഇൻ്റഗ്രേറ്റഡ് MTech പ്രോഗ്രാംസ് എല്ലാം ഉണ്ട്. ഇവിടേക്കും ജെഇ മെയിൻ വഴി അഡ്മിഷൻ എടുക്കുന്നതാണ്. മറ്റൊന്ന് IIT ഡൽഹിയാണ്, ഇന്ദ്രപ്രസ്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇവിടുത്തെ ബിടെക് പ്രോഗ്രാംസിനും ജെഇ മെയിൻ സ്കോർ പരിഗണിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊൽക്കത്ത. ഇവിടെ ഒരു BSDS പ്രോഗ്രാം ഉണ്ട്. BSDS എന്ന് വെച്ചാൽ ബാച്ചിലർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാ സയൻസ്. വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ ഒരു പ്രോഗ്രാമിലോട്ട് ജെഇ മെയിൻ വഴിയാണ് അഡ്മിഷൻ എടുക്കുന്നത്. മറ്റൊന്ന് നാഷണൽ ഫയർ സർവീസ് കോളേജ്, നാഗ്പൂരാണ്, BE ഇൻ ഫയർ എഞ്ചിനീയറിംഗ്. അതേപോലെ തന്നെ സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CECRI. അവിടെ ബിടെക് കെമിക്കൽ ആൻഡ് ഇലക്ട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ്. അവിടെയും കുറച്ച് സീറ്റ്സ് ജെഇ മെയിൻ വഴി അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്. അതേപോലെ തന്നെ അവിടെയുള്ള IDDMP 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ഡബിൾ ഡിഗ്രി മാസ്റ്റേഴ്സ് പ്രോഗ്രാം. അവിടെ ബിടെക് ആൻഡ് MTech. അതേപോലെ തന്നെ MSc അറ്റ് ബ്ലെക്കിംഗെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, സ്വീഡൻ. ഇത്തരത്തിലുള്ള ഒരു ഡബിൾ ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യുണീക്ക് പ്രോഗ്രാമാണുള്ളത്. ഇവിടേക്കും ജെഇ മെയിൻ വഴി അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജാമിയ മില്ലിയ ഇസ്ലാമിയയിലോട്ടുള്ള ബിടെക് ബിടെക് ഡിഗ്രിയിലോട്ടും അഡ്മിഷൻ എടുക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേ ഏറെ സെൻട്രലി ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട്, CFTIസിലോട്ട് ജെഇ മെയിൻ വഴി അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ജെഇ മെയിൻ കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു NITs മാത്രമല്ല, വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഓപ്ഷൻസ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങളുടെ മക്കൾ സയൻസിലും മാത്സിലും മിടുക്കരാണോ? അവർ IITസിലും എയിംസിലും ജിപ്മറിലും IIScയിലും ഐസറിലും എല്ലാം പോയി പഠിക്കണം എന്ന് സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ 6 മുതൽ 10 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് X&Y ലേണിംഗ് ഒരു എക്സ്ക്ലൂസീവ് ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 11th സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥികൾക്കായിട്ട് ഓൺലൈൻ ജെഇ പ്രോഗ്രാമും. ക്ലാസ്സുകൾ എടുക്കുന്നത് IITiansഉം ഡോക്ടേഴ്സും NITiansഉം അടങ്ങുന്ന ഒരു അടിപൊളി ടീമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ കരിയർ കണക്റ്റിൻ്റെ അടുത്ത എപ്പിസോഡുകളിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ചോദ്യങ്ങൾ ഞങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ X&Y കരിയർ കണക്ട് കമ്മ്യൂണിറ്റിയിൽ അംഗമാവുക. ലിങ്ക് താഴെ നൽകുന്നുണ്ട്.